ഹായ് ഹലോ ഐശ്വര്യ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിതാ രാവിലെ തന്നെ വീഡിയോയുമായിട്ടാണ് കേട്ടോ. നമ്മൾ പരിപാടികളാണ്. ഇതാ രാവിലെ പച്ചരി ഉപ്മാവ് ഉണ്ടാക്കുക വിചാരിച്ചു. ചിക്കൻ കറി ഉണ്ടെന്ന് കേട്ടോ. എന്നാലും ചിക്കൻ കറി ആകുമ്പോൾ എന്നും ദോശ ഇതൊക്കെ ആകുമ്പോൾ വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പച്ചരി കൊണ്ട് നെയ്ച്ചോറുമാണ്. അങ്ങനെ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ. രാവിലെ പെട്ടെന്ന് ആയിക്കോളുമല്ലോ. അത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാം. നമ്മൾ ഉള്ളിയൊക്കെ എരിഞ്ഞ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. പട്ടയും കറപ്പൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ പെട്ടത്. അതൊക്കെ വഴറ്റി വെച്ചിട്ട് ഒരു ഉള്ളിയാണ് എടുക്കുന്നത്. മണ്ണ് വഴറ്റിയെടുക്കുക. നല്ലൊന്ന് ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാനും കൂടി മറക്കരുത് കേട്ടോ. അല്ല, രാവിലെ തന്നെ രണ്ടുപേരും എണീച്ചിട്ടുണ്ട്. കടക്കപ്പായൊന്നും മടക്കിക്കില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ടൗണിൽ പോകാം കേട്ടോ. അച്ഛൻ രാവിലെ എപ്പോഴും ടൗണിൽ പോകും. പണിയുള്ള ദിവസം പണിക്ക് പോകും. പിന്നെ ഉപ്മാവൊക്കെ ആയി വന്നിട്ടുണ്ട്. കഞ്ഞൂട്ടൻ രാവിലെ ഇപ്പം കുറുക്കാണ് കേട്ടോ കുറുക്കത്. അങ്ങനെ അച്ചൂട്ടൻ രാവിലെ എണീച്ചിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണം പറഞ്ഞ് അവൻ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ ഒറ്റയ്ക്ക്. അല്ലെങ്കിൽ വണ്ടിയിലാണ് പോക്ക്. സ്കൂളിലൊക്കെ നടന്ന് പോക്കൊന്നുമില്ല. ഒറ്റയ്ക്ക് പോയിട്ടേ ഇല്ല ടൗണിലോട്ടൊന്നും. അങ്ങനെ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ. ഓട്ടയം ചോദിച്ചാൽ ഞങ്ങൾക്ക് വിടാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് രണ്ടും കൽപ്പിച്ച് പോയേക്കാണ്. കുഞ്ഞൂട്ടനും അതിശയാണ്. കുഞ്ഞൂട്ടിന് അങ്ങനെയൊന്നും പോകുന്ന കണ്ടിട്ടില്ല. കുഞ്ഞൂട്ടൻ പോയി വിളിച്ചാണ് കേട്ടോ. അങ്ങനെ പോയി വന്നു കേട്ടോ. പെട്ടെന്ന് വണ്ടിക്കൂലിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വരും. അങ്ങനെ നമ്മളെ മുറ്റടി അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അന്നേരം നമുക്ക് ലേശം മുറ്റല്ലോ. അങ്ങനെ പെട്ടെന്ന് അടിയും മുറ്റടിയൊക്കെ കഴിയും. പിന്നെന്താ, തുണി അലക്കണം. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അലക്കുന്നത് മേലെയുള്ളതല്ല കേട്ടോ. മഴ വരുമ്പോൾ മാത്രമാണ് ഇതിൽ അലക്കുള്ളൂ. അലക്കലൊക്കെ താഴെ വെള്ളത്തിലാണില്ല. കുറച്ചുകൂടി ഇറങ്ങിയാലാണ് വെള്ളത്തിലേക്ക് നമുക്ക് നന്നായിട്ട് നിന്ന് അലക്കാൻ പറ്റും. ഇപ്പോൾ പക്കത്തിൽ കോരി വെച്ചിട്ട് വേണം അലക്കാൻ കേട്ടോ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വെള്ളം മുക്കി വെച്ച് അലക്കലൊക്കെ. നമുക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അലക്കലൊക്കെ താഴെയാണുള്ളത്. വെയിലാകുമ്പോൾ ഇത്രയൊന്നും വെള്ളം ഉണ്ടാവില്ല. എല്ലാം ഇറങ്ങിപ്പോകും കേട്ടോ. അലക്കുന്ന പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽ ഇന്ന് മഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. പറഞ്ഞില്ലേ, ചെറിയൊരു തെളിച്ചം വരുന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കാലാവസ്ഥയാണ്. ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ വെയിലെടുക്കുമെന്ന് വിചാരിക്കുക കേട്ടോ. ഇതാണ് പാട്. നമുക്ക് വെള്ളം എടുത്ത് അതിലേക്ക് ഇറങ്ങി ഒഴിയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് പണിയുണ്ട്. വെള്ളം മുക്കി വെച്ച് വരുമ്പോൾ ഒരു വൃത്തിയുണ്ടാകത്തില്ല. അങ്ങനെ വെള്ളത്തിലിറങ്ങി വരുമ്പോഴാണ് എനിക്ക് സമയം നടക്കുന്നത്. അങ്ങനെ വേശ തുണി വന്നിട്ട് അതിന് കുറച്ചാണല്ലോ. അങ്ങനെ മഴ കാരണം നമ്മൾ ഇവിടെ മുറ്റത്ത് നാറിയിടുക കേട്ടോ. അപ്പോഴത്തേക്ക് കുഞ്ഞുകുട്ടിൻ്റെ പരിപാടി നമ്മൾ പുറത്ത് ആരെങ്കിലും കണ്ടാൽ അപ്പോൾ പുറത്തിറങ്ങിക്കോളും. ഇതിൻ്റെ പുറകെ നടക്കലാണ് പണിയാണ്. ഇപ്പോൾ ഭയങ്കര പണിയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഉള്ളിലൊക്കെ കയറ്റി വന്നിട്ടുണ്ട്. ഒരു വിധത്തിൽ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇതാട്ടോ. അന്നേരം അച്ചൂട്ടനും കൂടി കളിക്കാൻ കൂടാന്ന് പറഞ്ഞപ്പോൾ രണ്ടും കൂടി കയറിയിട്ട് ഇവിടെ സീഡിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ മ്യൂട്ട് അടിച്ചിട്ടാണ് കാണിച്ചിരുന്നത്. അന്നേരം ഇവർ രണ്ടും ഒരു ജോഡിയാണ്. അവർ രണ്ട് വേറെ ജോഡി. ഇവർ രണ്ട് ഇങ്ങനെ സെയിം ഏജാണ് കേട്ടോ. ഏകദേശം മാസങ്ങൾ വ്യത്യാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും അവർക്ക് രണ്ടുപേർക്കും. അന്നേരം അവരങ്ങനെയാണ് കേട്ടോ കളിക്കൽ. ഒരാളുകൂടി ഉണ്ട്. ഏച്ചീൻ്റെ മക്കളാണ് കേട്ടോ. ഏച്ചി ഒരാൾ ക്ലാസ്സുണ്ട്. അവർക്ക് ക്ലാസ്സിൽ പോയത് 9ാം ക്ലാസ്സിലാണ്. ഇതാണ് കേട്ടോ നമ്മളിവിടുത്തെ ഇന്നത്തെ കാലാവസ്ഥ. അന്നേരം കുറച്ച് വെയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് തുണിയോടെ കൊണ്ടിട്ട് അപ്പോഴത്തേക്ക് മഴ ചാറി. നല്ല കോടയൊക്കെയാണ് കേട്ടോ. എൻ്റെ പുറകെ കുഞ്ഞൂട്ടിന് ഓടി വന്നിട്ടുണ്ട്. 4 മണിക്കുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പത്തിലാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്.
അന്നേരം ലേശം അരിപ്പൊടി എടുത്തിട്ട് ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ പരിപാടി ഒക്കെ ഒപ്പിക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കി ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാൻ. ഈ നോമ്പ് തുറക്കൊക്കെ എല്ലാവർക്കും ഫേവറേറ്റ് അല്ലേ. പക്ഷെ നമ്മളും കൂടി ഒന്ന് കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. നല്ല വീഡിയോയിലായിട്ട് ഇന്നാണ് കേട്ടോ വരുന്നത്. പിന്നെ നല്ല ചൂട് വെള്ളമാണ് കേട്ടോ, കൈ പൊള്ളുന്നുണ്ട്. ചൂടുവെള്ളം ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം. ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കുഴക്കുന്ന ഒന്ന് ഒട്ടി പിടിക്കാണ്ടിരിക്കുന്ന കയ്യിലൊക്കെ നന്നായി കുഴച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഇപ്പുറത്തെ കയ്യിൽ ലേശം എണ്ണ വരട്ടിയിട്ട് നന്നായി ആവിയായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. ലേശം എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി തട്ടിൽ ആവിയായിട്ടുണ്ട്. അന്നേരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കണം കേട്ടോ. ഒട്ടിപ്പിടിക്കില്ല, എന്നാലും ഒരു കട്ട കുത്തൽ പോലെ ഉണ്ടാകത്തില്ല അടിയിൽ നിന്ന് വരാനൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് ചെറിയൊരു ഓട്ടയാക്കി ഇട്ടിട്ട് അവിടെ വെച്ചാൽ മതി. ചെറിയതായി ചെറുതാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വലുതാകുന്നതനുസരിച്ച് ടേസ്റ്റ് വ്യത്യാസം വരും. ചെറുതാകുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാനൊക്കെ ശരിയാണ്. ഞാൻ ഇതിൻ്റെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി കുഴിയാണേനെ പിടിക്കുകയാണ്, മണ്ണ് കുഴയ്ക്കുകയാണ്, എന്തൊക്കെയൊക്കെയോ പരിപാടികൾ. മൂത്തതാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കളി. സ്കൂളുണ്ടാകുന്നതാണ് ഒരു ഇടത്തുനിന്നുണ്ട്. അങ്ങനെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ മസാലയാണ്. തേങ്ങ, വലിയ ജീരകം, ഒരു പച്ചമുളക് മതി കേട്ടോ. ഇവിടെ എരിവ് കുറവല്ല, കറിയും ഉണ്ടാവും. അന്നേരം ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ലേശം ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല കുഞ്ഞുകുട്ടന് എന്നിട്ടാണ് അരയ്ക്കുന്നത്. അതൊക്കെ അരച്ച് വെച്ചിട്ടാണ് കുഞ്ഞുകുട്ടന് ഉറക്കിയത്. നമ്മൾ ഉച്ചയ്ക്ക് ചോറ്, ചിക്കൻ കറി, സാമ്പാറും ഉണ്ട് കേട്ടോ. അപ്പോൾ എണീച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് വറവിടുന്നത്. ഇല്ലെങ്കിൽ കുഞ്ഞു നോക്കത്തില്ല. വെക്കും കടുകെല്ലാം പൊട്ടിച്ച് മസാലയിലിട്ടിട്ട് അതങ്ങനെയാക്കി പൊട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ പരിപാടി കഴിഞ്ഞ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയണം കേട്ടോ. ഒന്ന് മിക്സാക്കി എടുക്കുക. ഒന്ന് ലേശം മസാല കൂടിപ്പോയി കേട്ടോ. എനിക്ക് തേങ്ങ ലേശം കൂടിപ്പോയിട്ടുണ്ട്. അതിനത്ര ആവശ്യമില്ലായിരുന്നു. അത് കൂടുതൽ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പുളിയെല്ലാം കഴിഞ്ഞിട്ടോ ഞങ്ങൾ അന്നേരം ചായ കുടിക്കുമ്പോഴത്തേക്കും ഉപ്പ് ലേശം ഇട്ട് കൊടുക്കണം. അരയ്ക്കുമ്പോൾ ലേശം ഉപ്പിട്ടായിരുന്നു. അങ്ങനെ ഇത് വെള്ള ലേശം ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഉപ്പിൽ മാറ്റം വന്നിട്ട് അതുകൊണ്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തളിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. എന്താ ഇനി നമുക്ക് ചായയും കൂടി കുടിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്തൊരു വീഡിയോ ബൈ.